നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 29 ശനിയാണ്, മീനം 15. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി പോവുകയാണ്. മ്യാൻമർ തായ്ലൻഡ് ഭൂചലനത്തിൽ മരണം 180 കടന്നിരിക്കുന്നു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വിവരം. കനത്ത നാശനഷ്ടമുണ്ടായതിന് പിന്നാലെ മ്യാൻമർ സൈനിക മേധാവി അന്താരാഷ്ട്ര സഹായം തേടി. മ്യാൻമറിൽ മാത്രം 144 പേർ മരിച്ചെന്ന് സൈന്യം അറിയിച്ചു. മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡലെ പൂർണ്ണമായും തകർന്നടിഞ്ഞു. പട്ടാള ഭരണമുള്ള മ്യാൻമറിൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മ്യാൻമറിന്റെ തലസ്ഥാനമായ നായ്പിഡോ ഉൾപ്പെടെ 6 പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിയന്തര സഹായമായി ഇന്ത്യ 15 ടൺ സാധനങ്ങൾ സൈനിക വിമാനത്തിൽ മ്യാൻമറിലേക്ക് അയച്ചു. ഇന്നലെ പ്രാദേശിക സമയം 12:50 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിലും ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു. കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. ആലുവ അതുൽ, പ്യാരി മൈന എന്ന ഹരി, രാജപ്പൻ എന്ന രാജീവ് എന്നിവർക്ക് പുറമെ സോനു, സാമുവൽ, കുളിരെ എന്ന അഖിൽ എന്നിവർക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. രാജപ്പൻ എന്ന രാജീവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് കിട്ടിയിട്ടുള്ളത്. പങ്കജിനെതിരെ ഗൂഢാലോചന കേസിനാണ് സാധ്യത. കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടായേക്കും. അതേസമയം ജിം സന്തോഷിന്റെ കൊലപാതകത്തിലും അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും അന്വേഷണ സംഘം ഒന്നാണെങ്കിലും 2 കേസുകളായിട്ടാണ് ഇത് പരിഗണിക്കുന്നത്. സന്തോഷ് കൊലക്കേസ് കരുനാഗപ്പള്ളിയിലും അനീറിനെ വെട്ടിയ കേസ് ഊറ്റിറ സ്റ്റേഷനിലുമാണ്. തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് നേരെ തുടർച്ചയായ ആക്രമണം. കാപ്പ കേസ് പ്രതി പൂജപ്പുര എസ്ഐയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ വിഴിഞ്ഞത്തും പോലീസുകാരനെതിരെ ആക്രമണമുണ്ടായി. വാഹന പരിശോധനയ്ക്കിടെ വിഴിഞ്ഞം സ്റ്റേഷനിലെ CPOയെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ CPO രാകേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സംശയം. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നഗരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. SKN40 കേരള യാത്ര തുടരുകയാണ്. എറണാകുളം ജില്ലാ പര്യടനത്തിന്റെ 2ാം ദിനം ഇന്ന് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷന് മുന്നിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോയോടെയാണ് തുടങ്ങുക. കേരള യാത്രയുടെ ഭാഗമായി ഇന്ന് കടൽയാത്രയും നടക്കുന്നുണ്ട്. VPS Lakeshore presents SKN40 presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്ര തുടരുകയാണ്. എറണാകുളം ജില്ലാ പര്യടനത്തിന്റെ 2ാം ദിനമായി ഇന്ന് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോ ആരംഭിക്കുക. കേരള യാത്രയുടെ ഭാഗമായി 200 അമ്മമാരുമായുള്ള കടൽ യാത്ര SKN ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ലുലു മാൾ, വെണ്ണല റീജിയൻ കെയർ, രവിപുരം ബെന്നി ടൂർസ് ആൻഡ് ട്രാവൽസ്, ആലുവ റിച്ച് മാക്സ് തുടങ്ങി നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയുടെ പര്യടനം ഉണ്ടാകും. രാത്രി ആലുവയിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാണ് എറണാകുളം ജില്ലയിലെ 2ാം ദിന പര്യടനം പൂർത്തിയാകുന്നത്. ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നിരവധി സംഘടനകളും പൊതുജനങ്ങളും ഈ പരിപാടിയുടെ ഭാഗമാകും. ലഹരിവിരുദ്ധ സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് പിന്തുണയുമായി കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ 24മായി ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ
എ ഷുക്കൂർ, എം.ജെ. ജോബ് എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. മാധ്യമപ്രവർത്തനത്തിന്റെ 40-ാം വർഷത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് ലഹരിവിരുദ്ധ പോരാട്ടം നടത്തുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെ സംഘടന അഭിനന്ദിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലാതലത്തിലും ലഹരിവിരുദ്ധ പരിപാടികൾ നടത്തുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാവുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ SK നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24 SK40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഈ യാത്രയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളി റോഡ് രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങൾ താവളമാക്കുന്നു എന്ന ആരോപണവും തുടർ തർക്കങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ACP വിളിച്ച യോഗം രാവിലെ 11 മണിക്കാണ്. കോവൂർ ഇരിങ്ങാടൻ പള്ളി ഭാഗത്തെ പ്രദേശവാസികളും കച്ചവടക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരിക? സമീർ, ഇരിങ്ങാടൻ പള്ളി മേഖലയിലുണ്ടായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. അവിടെ ലഹരി സംഘങ്ങൾ അവരുടെ താവളം ഉറപ്പിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് സംഘർഷം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത്. മെഡിക്കൽ കോളേജ് ACP ആണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുക. കോവൂർ ഇരിങ്ങാടൻ പള്ളി ഭാഗത്തെ പ്രദേശവാസികളും കച്ചവടക്കാരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ ലഹരി സംഘങ്ങൾ ഈ മേഖല താവളമാക്കുന്നു എന്നാണല്ലോ ഒരു വിഭാഗത്തിന്റെ ആരോപണം. എന്തൊക്കെ കാര്യങ്ങൾ ഈ യോഗത്തിന്റെ ചർച്ചയ്ക്ക് വരും സമീർ? ഉന്മേഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിക്കൊണ്ട് കോവൂർ ഇരിങ്ങാടൻ പള്ളി റോഡിൽ വലിയ സംഘർഷമാണ് ഉണ്ടാകുന്നത്. കട ഉടമകളും അതുപോലെ തന്നെ നാട്ടുകാരും തമ്മിലാണ് ഈ സംഘർഷം. പ്രധാനമായും നാട്ടുകാർ പറയുന്നത് രാത്രി 10 മണിക്ക് ശേഷം കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കരുത്. പ്രധാനമായും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ലഹരി മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത്തരമൊരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ തങ്ങൾ ഈ കടകൾ അടച്ചുകൊണ്ട് പോകണം. ഈ 10 മണിക്ക് ശേഷം ഈ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള കടകൾ പ്രവർത്തിക്കുന്ന ആ നടപടിയെ അംഗീകരിക്കാനാകില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. അതേസമയം തന്നെ കട ഉടമകളും അതുപോലെ കടയിലെ ജീവനക്കാരും പറയുന്നു, ഇപ്പോൾ നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്. ഈ തട്ടുകടലിലൊക്കെ നല്ല തിരക്കേറുന്ന സമയമാണ്. ആ സമയത്ത് ഇത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കടകൾ അടപ്പിക്കരുത്. തങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ്. മാത്രമല്ല, ഇതിനകത്ത് നാട്ടുകാർ കയറി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതല്ല. ഒരു സദാചാര പോലീസിൻ്റെ ആവശ്യമില്ല. ഇവിടെ പോലീസുണ്ട്, ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ നാട്ടുകാർ കയറി കടകൾ അടപ്പിക്കുകയും അതുപോലെ അവിടെ എത്തുന്ന ഉപഭോക്താക്കളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ആ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന ആ ഒരു നിലപാട് തുടരുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ സംഘർഷം ഉണ്ടാകുന്നത്. അതിൽ ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരമൊരു സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ ACP തന്നെ ഈ രണ്ട് കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ ചർച്ച. ആ ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും? പ്രധാനമായും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാത്രികാല കടകളെയൊക്കെ കേന്ദ്രീകരിച്ചും വിൽപ്പന നടക്കുന്നു എന്നുള്ള വിവരം പോലീസിനുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഈ വിഷയത്തിൽ അത് എത്രമാത്രം സാധൂകരിക്കാൻ കഴിയും, അത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ രാത്രി സമയത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇരിങ്ങാടൻ പള്ളി റോഡിലും പോലീസിൻ്റെ സാന്നിധ്യത്തോടു കൂടെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള പ്രതീക്ഷയും കട ഉടമകൾ പങ്കുവെക്കുന്നു. എന്തായാലും 11 മണിയോട് കൂടെയാണ് ഈ യോഗം ചേരുക. ഉമേഷ്, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മാവേലിക്കരയിലെ ഭിന്നശേഷി യുവാവായ അനൂപിന്റെ വീൽചെയറിന്റെ തേഞ്ഞു തീരാറായ ടയറിന് പകരം പുതിയ ടയർ വാങ്ങി നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സെന്റ് ജോൺസ് മഠം സ്കൂളിലെ 1985 10A ബാച്ചുകാർ 20,000 രൂപ ചെലവിൽ ടയറുകൾ വാങ്ങി നൽകിയത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമാകാൻ മാവേലിക്കരയിൽ എത്തിയപ്പോഴാണ് അനൂപിന്റെ വീൽചെയറിന്റെ ശോചനീയാവസ്ഥ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമസ്കാരം സാറേ. എന്താ പേരെന്താ? എന്റെ പേര് അരൂപ്. അറിഞ്ഞിട്ട് വന്നാണ്? ലോട്ടറിയാണോ? ലോട്ടറിക്കാർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടോ? കച്ചവടം കുറവാന്ന് പറഞ്ഞു. അതെ, കച്ചവടം കുറവാ. എന്താ പറ്റിയത്? പ്രൈസ് കുറവാ, അതുകൊണ്ടാണ്. SKN40 അരുത് അക്രമം അരുത് ലഹരി ക്യാമ്പയിൻ കേരള യാത്ര മാവേലിക്കരയിൽ എത്തിയപ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവ് എവേ ഫ്രം ഡ്രഗ്സ് ക്യാമ്പയിനൊപ്പം
ഭിന്നശേഷി യുവാവായ അനൂപും യാത്രയുടെ ഭാഗമായത്. ജന്മന ചലനശേഷി നഷ്ടപ്പെട്ട് ലോട്ടറി വ്യാപാരം നടത്തി ഉപജീവനം നടത്തുന്ന അനൂപ് തന്റെ ഓട്ടോമേറ്റഡ് വീൽ ചെയറിലായിരുന്നു SKനെ കാണാനെത്തിയത്. സാറേ ഇതെന്റെ ഒരു വളരെ സന്തോഷം. ആ അപ്പൊ 60 ലോട്ടറി വിൽക്കും അല്ലേ? അതെ. ഒരു ഇവിടെ ദിവസം ലോട്ടറി വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ വിളിക്കണം. ആ അന്നത്തെ ചെലവ് ഞാൻ ഡീൽ ചെയ്യും. ആ. ഓക്കെ. അനൂപിന്റെ വീൽ ചെയറിന്റെ തേഞ്ഞു തീരാറായ ടയർ ജോയിന്റ് RTO MG മനോജിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ പുതിയ ടയർ വാങ്ങി നൽകുവാൻ വേണ്ട സഹായം നൽകണമെന്ന് സഹപ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ഇതോടെയാണ് RTO സജി പ്രസാദ് ഉൾപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സംഘടന ദൗത്യം ഏറ്റെടുത്തത്. ഈ ടയറുകൾ മാറ്റാൻ തയ്യാറായിട്ടാണ് നമ്മളുടെ ആ ബാച്ചുകാർ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ 24 ന്യൂസ് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അനൂപിന് ഈ ഒരു ഭാഗ്യം ലഭിച്ചത് എന്നുള്ള കാര്യം ഞങ്ങളിവിടെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. അന്നത്തെ ആ ചടങ്ങിൽ അനൂപിനെ കാണാൻ സാധിച്ചു. അനൂപുമായിട്ടൊന്ന് മിണ്ടാൻ പറ്റി. അനൂപിൻ്റെ ടയറിൻ്റെ പ്രയാസം അന്നേരം തന്നെ അറിഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ ഞങ്ങളുടെ തീരുമാനമെടുത്തു. വാക്കുകൾ കിട്ടുന്നില്ല എന്തൊക്കെയാ പറയേണ്ടതെന്ന്. എനിക്ക് ഒരുപാട് നന്ദി മോട്ടോർ വാഹന വകുപ്പിനും എല്ലാവർക്കും ശ്രീകണ്ഠൻ നായർ സാറിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. 24 ആലപ്പുഴ. മുനമ്പം വഖഫ് ഭൂമി കേസ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കും. കേസിൽ കക്ഷി ചേർന്ന മുനമ്പം നിവാസികളുടെ ഹർജിയാണ് പരിഗണിക്കുക. ഹർജിയിൽ സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിന്റെയും ഫറൂഖ് മാനേജ്മെന്റ് അസോസിയേഷന്റെയും മറുവാദവും നടക്കും. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചതും രജിസ്റ്റർ ചെയ്തതും ചോദ്യം ചെയ്താണ് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഹർജി നൽകിയത്. കുടുംബവും മുനമ്പം നിവാസികളും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം 48ാം ദിവസത്തിലേക്ക് കടന്നു. 3 പേരുടെ നിരാഹാര സമരം 10ാം ദിനത്തിലാണ്. ആശാ വർക്കേഴ്സായ ബീന പീറ്റർ, അനിതാകുമാരി, ശൈലജ എന്നിവരാണ് നിരാഹാര സമരം നടത്തുന്നത്. ആവശ്യങ്ങൾ ഇതുവരെ സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. തിങ്കളാഴ്ച സമരത്തിന്റെ 50ാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം. നിരാഹാരം ആരംഭിച്ചതിന് ശേഷം സർക്കാർ സമരക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ആനുകൂല്യങ്ങൾ പ്രതികാര നടപടിയുടെ ഭാഗമായി നൽകുന്നില്ല എന്നാണ് സമരക്കാരുടെ ആരോപണം. അടുത്ത വാർത്തയിലേക്ക്. വസതിയിൽ നിന്ന് അനധികൃത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സമിതി ഉടൻ മൊഴി രേഖപ്പെടുത്തും. യശ്വന്ത് വർമ്മയുടെ ജീവനക്കാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് യശ്വന്ത് വർമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. യശ്വന്ത് വർമ്മ നേരത്തെ എഴുതി നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തത്. മൊഴി നൽകാൻ പോകും മുൻപായി തന്നെ യശ്വന്ത് വർമ്മ അഭിഭാഷകരുമായി പലതവണ കൂടിയാലോചന നടത്തി. കഴിഞ്ഞ ദിവസം ഡൽഹി ഫയർഫോഴ്സ് മേധാവിയിൽ നിന്ന് ചില സുപ്രധാന വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. അതേസമയം യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള ശുപാർശ കേന്ദ്രം അംഗീകരിച്ച് ഉത്തരവിറക്കി. യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുത് എന്ന അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നിർദ്ദേശം നൽകിയതായി സുപ്രീം കോടതി അറിയിച്ചു. ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. ഇന്നലെ കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തുനായെ പുലി ആക്രമിച്ചു. വനംവകുപ്പ് മേഖലയിൽ പരിശോധന നടത്തി. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പുലി എവിടെയുണ്ട് എന്നതിൽ വനംവകുപ്പിനൊരു വ്യക്തതയുണ്ടോ? എന്തൊക്കെയാണ് വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ഈ ചാലക്കുടി നഗരത്തിൽ തന്നെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ വ്യാപക തെരച്ചിലാണ് ഈ വനംവകുപ്പ് നടത്തിയിരുന്നത്. കഴിഞ്ഞ 24-ാം തീയതി ചാലക്കുടി ടൗണിലെത്തിയ CCTV ദൃശ്യങ്ങളായിരുന്നു അതിന് 2 ദിവസം ഇപ്പുറം പുറത്തു വന്നത്. ഇതോടുകൂടി ചാലക്കുടി നഗരത്തോട് ചേർന്ന മേഖലയിൽ കൂടടക്കം സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പുലിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ചാലക്കുടി നഗരത്തിലെ SH കോളേജ് ഗ്രൗണ്ടിന് സമീപത്ത് പുലിയെ കണ്ടു എന്നൊരു പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ വനംവകുപ്പ് തിരച്ചിലൊക്കെ നടത്തി പോയതാണ്. പക്ഷേ രാത്രിയോടുകൂടിയാണ് ഈ കാടുകുറ്റി എന്ന് പറയുന്ന മേഖലയിൽ, കാടുകുറ്റി പഞ്ചായത്തിൽ 3-ാം വാർഡിൽ ഈ പുലിയെ കണ്ടെത്തുന്ന അതായത് വലിയ ശബ്ദം കേട്ട് ഈ വീട്ടുകാർ, ജനാർദ്ദനന്റെ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന നായയെ പുലി കടിച്ചു പിടിച്ച നിലയിൽ കാണുന്നത്. ടോർച്ച് അടിച്ചതോടുകൂടി ഈ നായയെ അവിടെ ഉപേക്ഷിച്ച ശേഷം പുലി ഓടി മറയുകയായിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള തിരച്ചിൽ അത് വനംവകുപ്പ് നടത്തി. ഇത് ചാലക്കുടി പുഴയോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ പുഴയിലടക്കം ഇന്നലെ രാത്രി വൈകിയെല്ലാം തന്നെ ഈ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടി നഗരത്തോട് ചേർന്ന മേഖല ഇന്നലെയും പുലിയെ കണ്ട ഇടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നു. പുലി ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുന്നത് വലിയ ആശങ്കകൾക്കിടയാക്കുന്നു. 3 സ്ഥലങ്ങളിലാണ് പുലിയെ പിടികൂടുന്നതിന് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. പുലി കൂട്ടിലായാൽ മാത്രമേ ആശ്വാസമുണ്ടാകൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം നൽകിക്കൊണ്ട് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ബന്ധപ്പെടാനുള്ള മുന്നൊരുക്കങ്ങളടക്കം വനംവകുപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലിലേക്ക് കൂടി വനംവകുപ്പ് കടന്നിരിക്കുകയാണ്. ഉന്മേഷ്, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.
ഈദ് അവധി ദിനങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ സർവ്വസജ്ജമായ UAE വിമാനത്താവളങ്ങൾ. അവധി ദിനങ്ങളിൽ 36 ലക്ഷത്തിലേറെ യാത്രക്കാർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. പെരുന്നാളും സ്കൂൾ അവധി ദിനങ്ങളും എത്തിയതോടെ വിമാനത്താവളങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അടുത്ത മാസം 7 വരെ തിരക്ക് തുടരുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. പ്രതിദിനം 2.5 ലക്ഷത്തിലധികം ആളുകൾ ഈ കാലയളവിൽ ദുബായ് വിമാനത്താവളങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് പ്രതീക്ഷ. അടുത്ത മാസം 5-ന് ഇത് 3 ലക്ഷം കടക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ 36 ലക്ഷത്തിലേറെ യാത്രക്കാർ അവധി ദിനങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിലൂടെ കടന്നു പോകും. ഇക്കാലയളവിൽ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 5 ലക്ഷത്തിലേറെ പേർ യാത്ര ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഷാർജ എയർപോർട്ട് അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇറ്റലി, തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേരും യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. യാത്രക്കാരെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. താമസ കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദുബായിൽ സാധാരണ തൊഴിലാളികൾക്കായി പെരുന്നാൾ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു. ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കാം എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും. രാജ്യത്തിന്റെ വളർച്ചയിൽ സാധാരണ തൊഴിലാളികൾ നൽകുന്ന സംഭാവനകൾക്ക് ആദരവ് അർപ്പിക്കുന്നതിനായാണ് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശാനുസരണം നടത്തുന്ന പരിപാടിയിൽ ബോളിവുഡ് താരങ്ങളായ ഹീന പഞ്ചാൽ, താനിയ ദേശായി, അനേരി വജാനി, അതോടൊപ്പം പ്രമുഖ ഇന്ത്യൻ ഗായകനും സംഗീത സംവിധായകനുമായ അങ്കുഷ് ഭരദ്വാജ്, ഗായിക സെൻജുദി ദാസ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും. ദുബായ് അൽഖൂസിലാണ് പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുക. ഈ ദിവസം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-ലധികം തൊഴിലാളികൾ ആഘോഷ പരിപാടികളുടെ ഭാഗമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് ലക്ഷക്കണക്കിന് ദിർഹത്തിന് സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉലഞ്ഞുപോയ വയനാട്ടിലെ ടൂറിസം മേഖലയെ വീണ്ടെടുക്കാൻ ബൃഹത് പദ്ധതികളുമായി ടൂറിസം പ്രൊഫഷണലുകളുടെ കൂട്ടായ്മ ടോയ്. രാജ്യത്തെ പ്രധാന ടൂറിസം പ്രൊമോട്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിലാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് തകർന്ന വയനാടിന്റെ ടൂറിസം മേഖലയെ തിരികെ കൊണ്ടുവരാൻ വിവിധ പദ്ധതികളാണ് ടൂറിസം വകുപ്പും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും നടപ്പാക്കുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനൊപ്പം ജില്ലയുടെ അനന്ത ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുകയുമാണ് അസോസിയേഷൻ ഓഫ് ടൂറിസം ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ. 2 ദിവസമായി നടക്കുന്ന കൺവെൻഷൻ പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. So I think there is a lot of potential and there is a lot of hope. It really needs a push. As the MP of Wayanad, I am happy to do anything possible that is within my scope and anything that I can push for even outside of it to help you and to support you to rebuild the industry here. അറ്റോയ് കൺവെൻഷൻ കൺവീനർ PK അനീഷ് കുമാർ പദ്ധതികൾ വിശദീകരിച്ചു. ഹൗ ടു മേക്ക് വൈറൽ ട്രാവൽ ബ്ലോഗ്സ്. അപ്പോൾ അതിന് പറ്റിയിട്ട് ഒരു ട്രാവൽ ബ്ലോഗർ അതിൻ്റെ സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വരുന്ന എല്ലാ ഡെലിഗേറ്റ്സിനെയും നമ്മൾ വയനാട് സൈറ്റ് സീയിങ് കാണിച്ച് വയനാട് ഫെമിലിയറൈസ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം ആയിട്ടുള്ളത്. ചടങ്ങിൽ MLA-മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ, AP അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 വയനാട്. IPL ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടമാണ്. രാത്രി 7:30 ഗുജറാത്തിന്റെ മൈതാനമായ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 13ാം സീസണിലും തോറ്റു തുടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ പഞ്ചാബിനോട് പൊരുതി വീണ ഗുജറാത്തുകാർ 2ാം പോരിനിറങ്ങുമ്പോൾ ഇരു ടീമിനും ജയമെന്ന ഒരേ ഒരു ലക്ഷ്യം. ചിരവൈരികളായ ചെന്നൈയോട് 4 വിക്കറ്റിനായിരുന്നു മുംബൈയുടെ ആദ്യ കളിയിലെ തോൽവി. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും വിൽ ജാക്സും റിയാൻ റിക്കൾട്ടനും അടങ്ങിയ തകർപ്പൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് തിരിച്ചടിയായി. 3 വിക്കറ്റോടെ സ്വപ്നതുല്യമായ അരങ്ങേറ്റം നടത്തിയ മലയാളി പയ്യൻ വിഘ്നേഷ് പുത്തൂരിന്റെ പ്രകടനമായിരുന്നു ആകെയുള്ള ആശ്വാസം. സസ്പെൻഷൻ കഴിഞ്ഞ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വരുന്നത് മുൻ ചാമ്പ്യന്മാർക്ക് കരുത്തേകും. ബാറ്റിംഗ് നിരക്കും ബൗളിംഗ് നിരക്കും ഒരുപോലെ ഹാർദിക് നൽകുന്ന ഇമ്പാക്ട് ചെറുതല്ല. പഞ്ചാബിന്റെ പഞ്ചിൽ ബൗളർമാർക്ക് അടിപതറിയതായിരുന്നു ഗുജറാത്തിന്റെ തോൽവിക്ക് പ്രധാന കാരണം. കഗീസോ റബാഡ, മുഹമ്മദ് സിറാജ്, റാഷിദ് ഖാൻ, പ്രസിദ്ധ് കൃഷ്ണ തീപ്പൊരി ബൗളർമാരുടെ ഇക്കണോമി 10-ന് മുകളിലായിരുന്നു. ബാറ്റിംഗിലേക്ക് വന്നാൽ ടോപ്പ് ഓർഡർ കഴിഞ്ഞാൽ തീർന്നെന്ന സീസണിന് മുൻപേയുള്ള വിലയിരുത്തലുകളും അച്ചട്ടായി. നായകൻ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ഷെർഫൈൻ റുദർഫോർഡ് എന്നിവർ തീർന്നതോടെ പഞ്ചാബിന്റെ 243-ന് 11 റൺസ് അകലെ വീഴുകയായിരുന്നു ഗുജറാത്ത്. ഫിനിഷർമാർ കണ്ടറിഞ്ഞു കളിച്ചില്ലെങ്കിൽ ഇന്നും കയ്യിൽ നിന്ന് കളി പോകും. നേർക്കുനേർ കണക്കുകളിൽ നേരിയ മുൻതൂക്കം ഗുജറാത്തിനാണ്.
കഴിഞ്ഞ 2 കളികളിലേതുൾപ്പെടെ 5 എണ്ണത്തിൽ 3 ജയം. മുംബൈക്ക് ജയിക്കാനായത് 2 എണ്ണത്തിൽ. സ്പോർട്സ് ഡെസ്ക് 24. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ റയൽ മാഡ്രിഡ് കളത്തിലേക്ക്. നാളെ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ലെഗാനസ് ആണ് എതിരാളികൾ. 28 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 60 പോയിന്റുമായി ബാഴ്സലോണയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് റയൽ. 3ാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡും ഇന്ന് കളത്തിലിറങ്ങും. രാത്രി 8:45 നടക്കുന്ന മത്സരത്തിൽ എസ്പാനിയോളാണ് എതിരാളികൾ. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു.